കൗമുദി ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഓണം എപ്പിസോഡ് തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. കാരണം എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. കാരണം എല്ലാ ഗേൾസിൻ്റെ ഫേവറേറ്റ് ബോയ് ആണ്, എല്ലാ ഗേൾസിൻ്റെ ചാമറാണ്, എല്ലാ ഗേൾസും ആരാധിക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാവരും ആരായെന്ന് അറിയാൻ കാത്തിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ സമയം എടുക്കാണ്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു ഉണ്ണി മുകുന്ദൻ. ഹലോ, സുഖമായിരിക്കുന്നോ? താങ്ക് യു, സുഖമായിരിക്കുന്നു. നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നില്ലേ? ഗേൾസ് പറഞ്ഞിട്ടേ. പക്ഷെ ഗേൾസിന്റെ മെയിൻ ആളാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഇങ്ങനെ പറയും. സിനിമകൾ ചെയ്തുകൊണ്ട് ഐ ഗസ് അങ്ങനെ പറഞ്ഞു. പക്ഷേ വെരി ഓക്വേർഡ് ഇങ്ങനെ ഗേൾസിന്റെ കേൾക്കുമ്പോഴേ. ബോയ്സിന്റെ ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ശരിയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന്, ആളായി മാറണം എന്നാണ് ആഗ്രഹം. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മളുടെ യങ്സ്റ്റർ ഗേൾസിന്റെ ഏറ്റവും ഫേവറേറ്റിലത്തെ യങ്സ്റ്റർ ഇപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ ഉണ്ണി മുകുന്ദന്റെ നെയിം ഡെഫിനറ്റ്ലി ടോപ്പ് 3-ലുണ്ട്. അതറിയാലോ അല്ലേ? യു ഹാപ്പി അബൌട്ട് ഇറ്റ്, റൈറ്റ്? ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മളുടെ കോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രോമിസ് കൊടുക്കില്ലേ, നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യം സത്യമാവുള്ളൂ, അതല്ലാതെ ഒന്നും പറയില്ല എന്ന്. ആ സത്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്ത് സത്യം പറയണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യമായിട്ട് കാര്യങ്ങൾ പറയാം. സത്യമായിട്ട് എല്ലാ ആൻസേഴ്സും പറയുമല്ലോ. ഓക്കെ. ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ അല്ലേ ശരിക്കുള്ള പേര്? ഉണ്ണി മുകുന്ദനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ കൃഷ്ണന് 16,008 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഒരു 16,000 പെൺകുട്ടികളെ ദത്തെടുത്തു. അപ്പൊ ഉണ്ണി മുകുന്ദൻ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? സെയിം ആണോ, അത് കൂടുതലാണോ, അത് കുറവാണോ? 16,008 ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ എത്ര ഉണ്ട്? ഫുൾ എല്ലാം ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു അങ്ങനെ റിലേഷനിലൊന്നും അല്ല. റിലേഷൻ വേണ്ട, ഫ്രണ്ട്സ് ഗേൾസ്. അങ്ങനെയാണെങ്കിൽ കുറെ പേരുണ്ട്. ഐ മീൻ ലൈക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. യു ആർ എ ഫ്രണ്ട്, യു ആർ എ ഗേൾ. അങ്ങനെയാണെങ്കിൽ കുറേ പേരുണ്ട്, പരിചയമുണ്ട്, എല്ലാവരും കുറേ പേരെ പരിചയമുണ്ട്. പിന്നെ നമ്മളുടെ കുറേ ഗേൾ ഫാൻസിന് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. പൊതുവെ കുറച്ച് പേർക്ക് ഒരു ധാരണ ഉണ്ട്, ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു കൊടുക്കുക ഒരു സെലിബ്രിറ്റീനെ കിട്ടാൻ കുറച്ച് പാടാം. പക്ഷെ വേറെ കുറച്ച് ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഫേസ്ബുക്ക് ഇസ് ദ ബെസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് ടു എ സെലിബ്രിറ്റി. ഉണ്ണിയുടെ അടുത്ത് അത് ഈസി ആണോ ഡിഫിക്കൾട്ട് ആണോ? ഫേസ്ബുക്ക് ഫാൻസ് ഉണ്ടാവാറുണ്ടോ ഫ്രണ്ട്സ് ആയിട്ട്? എനിക്ക് എൻ്റെതായ ഒരു ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, പിന്നെ വെരിഫൈഡ് ഒരു പേജ് ഉണ്ട്. ആ പേജിൽ പിന്നെ അങ്ങനെ സിനിമ പ്രൊമോഷനും ഞാൻ ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ചില സമയത്ത് വരുന്ന ആ സമയത്ത് നമ്മൾ ഇരുന്ന് ലോഗിൻ ചെയ്താൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇത്രയും കാര്യമായിട്ട് സം പീപ്പിൾ റൈറ്റ് എ ലോങ് സ്ട്രെച്ച്ഡ് ഔട്ട് മെസ്സേജ്. അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഹായ് ഹലോ എന്ന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാൻ പോകാറില്ല. മേ ബി പക്ഷേ ഒരു വലിയൊരു ഡീറ്റെയിൽഡായ മെസ്സേജ് വന്നാൽ എനിക്ക് വേണ്ടി ഒരാൾ ഇത്രയും സമയം ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഗേൾസിനും അറിയാം. അപ്പം നമ്മൾ മെസ്സേജ് അയക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് മെസ്സേജ് തീർച്ചയായിട്ടും ഉണ്ണിയുടെ റിപ്ലൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലേ? ഉണ്ണിയുടെ ഫസ്റ്റ് മൂവി വാസ് എ തമിഴ് മൂവി, അല്ലേ? അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ മലയാളികൾക്ക് ഫസ്റ്റ് മൂവി തമിഴോ വേറെ ലാംഗ്വേജ് കിട്ടുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഉണ്ണിക്ക് ആ ഭാഗ്യം ഉണ്ടായി. സോ ഹൗ ഡു യു ഫീൽ ആദ്യത്തെ ലോഞ്ച് തന്നെ കിട്ടിയത്? സിനിമ തന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഫസ്റ്റ് സിനിമ അത് കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഡയറക്ഷനിലായിരുന്നു താല്പര്യം. അപ്പം ലോഹിദാസ് സാറിൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് തുടക്കക്കാലമൊക്കെ. പിന്നെ പുള്ളിക്കാരൻ്റെ ഡെത്തിന് ശേഷം അങ്ങനെ അഭിനയിക്കാനുള്ളൊരു അവസരങ്ങൾ വരാൻ തുടങ്ങി. ബൈ ദ ടൈം എനിക്ക് ഈ അഭിനയിക്കണം ഒക്കെ ഐ വാസ് ഔട്ട് ഓഫ് ഇറ്റ്. എന്നാലും എനിക്ക് ഒരു ഓഡീഷന് വേണ്ടി വിളിച്ചു. ലാസ്റ്റ് ട്രൈ എന്ന രീതിയിൽ ഞാൻ പോയപ്പോൾ ഇറ്റ് വാസ് എ തമിഴ് ഫിലിം. ആൻഡ് പിന്നെ ഞാൻ അറിഞ്ഞ നന്ദനത്തിൻ്റെ റീമേക്കായിരുന്നു. എനിക്കതിൽ രാജു ചെയ്ത അതേ ക്യാരക്ടർ മനു എന്ന് ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് ചെയ്തു ആ സിനിമ. ആൻഡ് വാസ് വെരി എക്സൈറ്റഡ്. പിന്നെ അന്ന് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മലയാളത്തിൽ നിന്ന് ഒരു ബാങ്കോക്ക് സമ്മറാണ് എൻ്റെ ഫസ്റ്റ് മലയാളം സിനിമ. ആക്ച്വലി റിലീസായത് ബോംബെ മാർച്ചാണ്.
അതിൽ വില്ലനായിട്ടാണ് ചെയ്തത് ബാങ്ക് ഓഫ് സമ്മറിൽ. സോ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്ത് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മളിപ്പോൾ എത്ര ഇയേഴ്സായി ഇൻഡസ്ട്രി? ഐ തിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ആക്ടിങ് ഡേറ്റ് തുടങ്ങിയത് 2011 മൂവി റിലീസ് ബൈ 2012 and this is my like 4th or 5th year. അപ്പോൾ ബിഫോർ സെലിബ്രിറ്റി ഓണം എങ്ങനെയായിരുന്നു? I was very exciting. I mean, ഞാൻ അഹമ്മദാബാദിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അഹമ്മദാബാദിൽ ഈ മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അസോസിയേഷനിൽ ഞങ്ങളുടെ യൂത്ത് വിങ് എന്ന് പറഞ്ഞാൽ ഒരു 10-25 പയ്യന്മാരുണ്ട്. ആൻഡ് എനിക്ക് മാത്രമല്ല അവർക്കും അത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ബിസിയാണ് എല്ലാവരും ലൈഫിലും. അപ്പോൾ ഞങ്ങൾ ഈ ഓണത്തിന് പിരിവിനൊക്കെ പോകും, സൊസൈറ്റിയിലൊക്കെ പിരിവിന് പോകും. ആൻഡ് ദെൻ ഓണമാണെങ്കിൽ അതിൻ്റെ മേ ബി 2 weeks ഏതൊരു ഫിക്സ്ഡ് ഡേറ്റിൽ ഞങ്ങൾ ഓണസദ്യ, പിന്നെ കുട്ടികൾക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ വെച്ച് ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഗെറ്റ് ടുഗദർ ഓൾസോ. അവിടെ അഹമ്മദാബാദ് മലയാളീസ് എല്ലാവരും ഒന്ന് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഒന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഈ സാമ്പാർ ഇളക്കാനും പിന്നെ നാളികേരം ശരിയാക്കി കൊടുക്കാനും വീട്ടിലിതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കും ഇതൊന്നും നിനക്ക് വീട്ടിൽ ചെയ്തുകൂടാ. അപ്പോൾ 1 particular ഡേ പിന്നെ ഞങ്ങൾ നൈറ്റ് ഇതെല്ലാം സാമ്പാറൊക്കെ ഏകദേശം ആയി വരുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ നൈറ്റ് ചായ കുടിക്കാൻ പോകും. ഇറ്റ്സ് വെരി ലേറ്റാണ്, 2 o'clock അതൊക്കെ ആയിട്ട്. പക്ഷേ അന്നത്തെ ദിവസം മാത്രം 3 ദിവസം നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവിടെ. സോ അതാണ് എൻ്റെ കുറച്ചും കൂടി ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഓണം സെലിബ്രേഷൻ. നാട്ടിൽ വന്നിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയത് ഇപ്പോഴത്തെ ഓണം നാട്ടിലൊക്കെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയോ എന്നൊരു തോന്നൽ വരാറുണ്ട്. പിന്നെ എങ്ങനെ കുക്ക് ചെയ്യാറുണ്ട്? ഇല്ല, കുക്കിംഗ് ഈറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതെനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ എൻജോയ് സദ്യ. ഇപ്പോൾ അഹമ്മദാബാദിലാണ് കുറേ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവിടെ ഡെഫിനറ്റ് ആയിട്ടും പുലിക്കളിയും കുമ്മാട്ടിയും അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? അല്ല, എസ്പെഷ്യലി ചില സമയത്തൊക്കെ കൊണ്ടുവരും, പക്ഷേ റെഗുലർ ആയിട്ടൊന്നുമില്ല. പിന്നെ പുലിക്കളിയൊക്കെ കണ്ടത് ഇവിടെ തൃശ്ശൂരൊക്കെ വന്നിട്ട്, എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ കണ്ടിട്ട് ഞാൻ വെടിക്കെട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് സാമ്പിൾ വെടിക്കെട്ട് ഞാൻ പോയി കാണാറുണ്ട് ദൂരെ. അതേപോലെ ഇത്രയും എനിക്കത് എന്തോ വെരി എസ്പെഷ്യലി ഡേഞ്ചറസ് ആണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സൗണ്ടിനില്ല, എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ അല്ല ഇത്രയും പൊട്ടുന്ന. ഞാനിപ്പോൾ അത് അതിൻ്റെ എതിരായിട്ട് പറയല്ല, അങ്ങനെയൊന്നുമല്ല. ദൂരെ ഡേഞ്ചർ ഭയങ്കര ഹൈ ഡെസിബിൾ ചെവിക്കൊക്കെ പ്രശ്നം. ഈ വർഷത്തെ ഓണം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈ വർഷത്തെ ഓണം എനിക്ക് സെപ്റ്റംബറിൽ ജനതാ ഗാരേജ് എൻ്റെ ആദ്യത്തെ തെലുങ്ക് സിനിമ റിലീസ്. അതിൻ്റെ പ്രത്യേകത തന്നെയാണ് ലാൽ സാറിനൊപ്പം ഇതുവരെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മലയാളത്തിൽ. പിന്നെ തെലുങ്കിൽ അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ നല്ലൊരു ക്യാരക്ടറും കൂടി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. വില്ലനാണ്. വില്ലൻ ഇസ് എ ഗ്രേ ഷെയ്ഡ് എന്ന് പറയാം. ദെൻ ഐ ഹാവ് എ റിലീസ് അവരുടെ രാവുകൾ. അത് സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ആയിരിക്കും. ഞാനും ആസിഫ്, അജു, വിനയ് ഫോർട്ട്, ഷാനിൽ മുഹമ്മദാണ് ഡയറക്ടർ. വേണുചേട്ടനൊപ്പം എനിക്ക് അഭിനയിക്കാൻ ആദ്യമായിട്ട് അവസരം കിട്ടുന്നു. വി ആർ ഓൾ എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ഈ അടുത്തായിട്ട് ലൈക്ക് ഗ്രാജുവലി ഞാൻ ആ സീരിയസ് റോൾസൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ KL10 ആയാലും ഒരു മുറൈ സ്റ്റൈൽ ആൻഡ് അവരുടെ എല്ലാം കുറച്ച് ബോയിഷ് ആയിട്ടുള്ള റോൾസാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്. ദിസ് ഇസ് മോർ ഓഫ് ഇതിൽ ഒരു ഫ്ലേർട്ടായിട്ടാണ്. ഞാൻ ഷാനിലിനോട് പറഞ്ഞു, ഷാനിൽ അത് എന്തെങ്കിലും ആയാൽ യു ജസ്റ്റ് ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി. അവർ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് അഗൈൻ എല്ലാം ഫുൾ ത്രൂ ഔട്ട് സിനിമ ഫണ്ണാണ്. ഐ എം വെരി എക്സൈറ്റഡ്. ആ സിനിമ ഈ മാസം അവസാനം സെപ്റ്റംബർ മാസം അവസാനം റിലീസാവും. സോ അങ്ങനെ അഭിനയിക്കാൻ ഈസി ആയിരുന്നോ ഡിഫിക്കൽട്ട് ആയിരുന്നോ അതോ ബിഹേവിംഗ് ആയിരുന്നോ ഓൺ ദ സെറ്റ്? അതെ രസമായിരുന്നു. ഈസി ടഫ് എന്നല്ല, അഗൈൻ എപ്പോഴും ഇത് ഈസി ടഫ് ബിഹേവിംഗ്. ഇതെന്താ പറയുക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി ക്യൂട്ടാണ്, പക്ഷെ സംടൈംസ് ഓൺ സ്ക്രീൻ അത് വൾഗറാവാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ അതായിരുന്നു എപ്പോഴും ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കും അതെങ്ങനെയാണ്ട് ഒരു റിയാക്ഷൻ അത് ഡബിൾ മീനിങ് ആയി പോകരുത്, അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു. ബട്ട് ഈസ് ലൈക്ക് ഫണ്ണാണ്. ആ പ്രായത്തിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സിദ്ധാർത്ഥ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അവൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഭയങ്കര ജാട, ഷോ ഓഫ്, മറ്റു ചെക്കന്മാർക്ക് ഇവനെ കാണുമ്പോൾ അസൂയ, പെൺകുട്ടികൾ ഇവനെ ഫ്ലൈങ് കിസ് കൊടുക്കുന്നു, ഇവൻ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ ഇവൻ്റെ ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് ഇറ്റ്സ് എ ക്യൂട്ട്. എൻ്റെ സ്റ്റോറി അങ്ങനെയാണ്. ആസിഫിൻ്റെ ഇതുവരെ എനിക്ക് തോന്നുന്നു ആസിഫ് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആഷിഖ് എന്നാണ് അവൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അഗൈൻ അജു, വിനയ് എല്ലാവരും ഉണ്ട്. ഇറ്റ്സ് എ ഫൺ പാക്ഡ് ഭയങ്കര യങ് മൂവിയാണ്.
ഇതിൽ പറഞ്ഞായിരുന്നു ലൈക്ക് ഈ സിനിമയിൽ ജാഡ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് CCLന്റെ ഫസ്റ്റ് സീസൺ ചെയ്യുന്ന സമയത്ത് ക്രിക്കറ്റേഴ്സ് ഓൾ സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ആണല്ലോ, അതിൽ യു ആർ ഓൾസോ ദർ. അപ്പൊ ആ സമയത്ത് എന്താണ് ഏത് മൂവിയായിരുന്നു റിലീസ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ചെയ്യാൻ പോവായിരുന്നു അതെ, അങ്ങനെ ഒരു ചെയ്യാൻ. പക്ഷെ എന്നാലും നല്ല ഹൈപ്പ് ഉണ്ട്. ഉണ്ണിമുക്കുന്നെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്, എസ്പെഷ്യലി ഗേൾസ്, ബിക്കോസ് യു ആർ വെരി ക്യൂട്ട് ലുക്കിംഗ്, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും കേട്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ജാടയാണല്ലോ, ഇതൊക്കെ ഞാൻ കേട്ടായിരുന്നു. സത്യമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ണി കേട്ടിട്ടുണ്ടോ? ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ ജാടയാണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. മേ ബി ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ചില ആൾക്കാരുമായിട്ട് നമുക്ക് അങ്ങനെ പോസിറ്റീവായ ഒരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറ്റ്സ് ഹാപ്പൻ. ഇങ്ങനെ ഞാനതിനെ സീരിയസ് ആയി എടുക്കാറില്ല. പിന്നെ എത്രയോ പേര് തിരിച്ചു വന്നിട്ട് ദേവ് സെഡ് അയ്യോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയി. ഞാൻ ആക്ച്വലി എന്താ സംഭവം, ഞാൻ ഒരിക്കലും ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ ചെയ്യാറില്ല. അത് ഒരാൾക്ക് ഇപ്പോൾ എനിക്കുണ്ടായ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആണെങ്കിൽ ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്താലേ അത് ശരിയാവുള്ളൂ. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെയല്ല ഇറ്റ് ഓൾവേസ് സ്റ്റേസ് ഇൻ യുവർ മൈൻഡ്. പിന്നെ ജാട എനിക്ക് അറിയില്ല, ജസ്റ്റ് ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ, ചില സമയത്ത് അങ്ങനത്തെ ചില ഒരു നെഗറ്റീവായിട്ട് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ചില ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾ ഡൺ. ഓക്കെ, ഒരു ആക്ടറായി കഴിഞ്ഞ പിന്നെ ലൈക്ക് യുനോ നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്രമാത്രം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്? ലൈക്ക് യുനോ മുന്നേ ഞാൻ പാവമാണ്, ഇപ്പോൾ ഞാനൊരു ആക്ടറാണ്, അങ്ങനെയൊക്കെ? ഇല്ല, ഞാനൊരു ആക്ടറാണെന്നൊരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫും എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അത്രയും ഡിഫറെൻ്റ് ആണ്. അതെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അവർക്ക് തന്നെ സിനിമയെക്കുറിച്ച് അറിയുള്ളൂ. ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നോ നോളജ്. ബിക്കോസ് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഫുൾ ടൈം അതർവൈസ് എന്നോട് സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന കഥകളെക്കുറിച്ചുമാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ആൻഡ് താങ്ക് ഗോഡ് അച്ഛനും അമ്മയും അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ എന്നെക്കുറിച്ചും ഞാൻ ക്ഷീണിച്ചോ അല്ലെങ്കിൽ ഞാൻ വണ്ണം വെച്ച് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫ് അത്രയും ഡിഫറെൻറ്റ് ലെവലായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് നിർബന്ധമുണ്ട്. അമ്മ അച്ഛനും ഇപ്പോൾ ലൈക്ക് എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ലേറ്റർ ഓൺ അതെനിക്കൊന്ന് ഒരു 2-3 വർഷം മുന്നേ അങ്ങനെ ആയിരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് സിനിമകൾ ചെയ്യുക ആൻഡ് ഐ തിങ്ക് വിത്ത് ഏജ് എല്ലാം ഒന്ന് സെറ്റിലാവും മൊത്തത്തിൽ. സോ പ്രൊഫഷണൽ ലൈഫ് ഇസ് അഗെയിൻ ഓൾ ഗുഡ്. ഞാനിപ്പോൾ ഭാഗ്മതി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യണം. അനുഷ്ക ഷെട്ടിയാണ് ഹീറോയിൻ. എനിക്ക് മലയാളത്തിൽ തന്നെ ഒന്ന് പടമുണ്ട്, ഓൾസോ ബീങ് ഓഫർഡ് തമിഴിൽ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ എല്ലാ ലാംഗ്വേജസിലും ഇങ്ങനെ അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ ഒരു വർഷത്തിൽ 2 പടം അങ്ങനെ ഒരു ചെറിയൊരു പ്ലാനിങ് എന്ന രീതിയിൽ പോകുന്നുണ്ട്. ബിക്കോസ് എല്ലാ ലാംഗ്വേജും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. തുണിയുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഏത് സിനിമയിൽ അഭിനയിച്ചാലും അതിലത്തെ കോ ആക്ട്രസ് ആയിട്ട് ലിങ്കപ്പ് കേൾക്കാറുണ്ട്. ഈ അടുത്തായിട്ട് അങ്ങനെ തുടങ്ങി. ഈ അടുത്തായി തുടങ്ങിയപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനും കേട്ടില്ല. എനിക്ക് ഏറ്റവും റീസെന്റ് ഏറ്റവും റീസെന്റ് വാസ് ഒരു മുറയിൽ സനുഷയുമായിട്ടുള്ളൊരു കല്യാണ ആലോചന ഒക്കെ. ആ സിനിമയിൽ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് എനിക്ക് തോന്നുന്നത് അത് മിസ്കോട്ട് ചെയ്ത് പുറത്തു വന്നത്. ഞങ്ങളുടെ ടീമിന്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ ഇത്രയും ന്യൂസൊക്കെ വരുമ്പോൾ അവരുടെ സോ വി വർ ലൈക്ക് വെരി അഡമന്റ് ലൈക്ക് അത് അങ്ങനത്തെ ഒരു ന്യൂസ് അതൊരു പടത്തിലൊരു ഹൈ പോയിന്റ് ആയിരുന്നു. എന്നാൽ അങ്ങനെ പുറത്ത് ന്യൂസ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സിനിമയിൽ അങ്ങനത്തെ ഒരു സീനുണ്ട്, അതിന്റെ പേരിലാണ്. പിന്നെ എൻ്റെ കല്യാണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് അതിനെ കുറിച്ച് പറയാം. ഇല്ലല്ല, അങ്ങനെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവാമല്ലോ. അത് പക്ഷെ ഞാൻ പറയണ അങ്ങനത്തെ ഒരു ഇറ്റ്സ് എ ഗുഡ് തിങ്. കല്യാണം എന്നൊക്കെ പറഞ്ഞ നല്ല കാര്യമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഡസന്റ് മേക്ക് ലോജിക്. എന്തെങ്കിലും മോശമാണെങ്കിൽ നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. ഇത് നാട്ടുകാരെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇല്ല, എനിക്ക് അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ താങ്ക് ഗോഡ് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഉണ്ണിയുടെ ഡ്രീം ഗേൾ എങ്ങനെയായിരിക്കണം? എൻ്റെ ഡ്രീം ഗേൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് നമുക്ക് ലുക്സ് ഭയങ്കര എല്ലാ ചെക്കന്മാർക്കുള്ളതുപോലെ എനിക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവം നല്ല ഭംഗിയുള്ള കുട്ടി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന എൻ്റെ മൂഡ് സ്വിങ്സും ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ്
കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ അത്രേ ഉള്ളൂ. സഹിച്ചിട്ടല്ലേ? സഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ അമ്മയോട് ചോദിക്കണം എന്നെ സഹിക്കാണോ ഇല്ലെന്ന്. ബട്ട് അവരെന്തേലും പറയില്ലല്ലോ സഹിക്കാണെന്ന്. അല്ല, ആക്ച്വലി നല്ലതാണ്. എൻ്റെ അമ്മ വീട്ടുകാരൊക്കെ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്ലിയർ ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം എന്നെക്കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം നല്ലതേ പറയും. ഞാൻ ഭയങ്കര നല്ലവനാണ്. ഞാൻ വീട്ടുകാർ ലൈക്ക് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ തിങ് വിൽ ബി ഗ്രേറ്റ്. പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനായിട്ട് അങ്ങനെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഇതൊരു സംഭവം കല്യാണം എന്നൊരു സംഭവം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആക്ടേഴ്സിൽ എൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു എപ്പോഴും ഒരു എന്താണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ താഴെ ചേട്ടൻ ചോദിച്ചു എന്താണ് ഇവിടെ. ഞാൻ പറഞ്ഞു ഒരു ആരോടും പറയരുത്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പെണ്ണ് കാണാൻ വന്നേക്കാന്ന്. എവിടെ എവിടെ ജസ്റ്റ് ഒരു ഫൺ ലെവൽ. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ബാക്കി ഏജിൽ നിൽക്കുന്നവരെല്ലാവരും കല്യാണം കഴിച്ചതുകൊണ്ട് ഒരു എക്സൈറ്റ്. ഉണ്ണീനെ കുറിച്ചിട്ട് നമുക്കറിയാൻ 3 കാര്യങ്ങൾ ആഗ്രഹമുണ്ട്. നമുക്കറിയാത്ത 3 സീക്രറ്റ്സ് എന്താണ് ക്യാരക്ടറിനെ കുറിച്ച്? ആയിരിക്കാം എന്തായാലും ആയിരിക്കാം. ഞാൻ വളരെ വളരെ നല്ലതാണ്. അതെല്ലാവർക്കും അറിയാലോ. അറിയാത്ത കാര്യം എന്തായിരിക്കും? എനിക്ക് സ്വിമ്മിങ് അറിയില്ല. സ്വിമ്മിങ് അറിയില്ല എന്ന് അത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്കറിയില്ല. കള്ളം പറയും. ഗേൾസിന്റെ അറ്റൻഷൻ കിട്ടാൻ അതൊക്കെയാണ് നമുക്ക് അറിയാൻ കേൾക്കുന്നത്. ഗേൾസിന്റെ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ ഗേൾസിന്റെ അറ്റൻഷൻ കിട്ടാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടിയൊന്നും വരുന്നില്ല. അത് ട്രൈങ് ടു ബി മോഡസ്റ്റ്. എന്നാൽ ആക്ച്വലി ആ ഏജൊക്കെ വിട്ട് ആ ടീനേജ് സംഭവമൊക്കെ പോയതുകൊണ്ട് ഞാനിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ എന്നോടുള്ള ഇഷ്ടമൊന്നുമില്ല. നമ്മൾ ചെയ്ത സിനിമകളല്ലെങ്കിൽ അതിൽ എനിക്ക് വേണ്ടി എഴുതി വെച്ച ക്യാരക്ടേഴ്സ് എനിക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ആ ഒരു മെച്ചോറിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യലി ഇറ്റ് വാസ് ലൈക്ക് ഉണ്ണിമുകുന്ദിന് വേണ്ടിയിട്ടാണോ? അതല്ല, ജസ്റ്റ് ദി മല്ലു സിംഗിനോടായിരിക്കാം, അല്ലെങ്കിൽ വിക്രമനോടായിരിക്കാം, കേൾപ്പത്തിൻ്റെ അഹമ്മദിനോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുറയിലത്തെ ആ പാട്ട്. അതർവൈസ് എന്നെ പേഴ്സണലി അറിയാത്തവർ എന്നെ ഇങ്ങനെ ഇത്രയും ക്രേസ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതൊന്നുമില്ല. സോ ഇറ്റ്സ് ബേസിക്കലി സിനിമയാണ്, മാജിക്കാണ്. അപ്പോൾ പറഞ്ഞായിരുന്നു സ്വിമ്മിങ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കണം എന്നുണ്ട്. ഏതൊരു മൂവിയുടെ സമയത്ത് സ്വിമ്മിങ് അത് ആക്ച്വലി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വിമ്മിങ് പഠിക്കാൻ എന്നൊക്കെ തീരുമാനിച്ചത്. ഞാൻ ലാസ്റ്റ് സപ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ സീക്വൻസ് വെള്ളത്തിലേക്ക് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അതിലേക്ക് പോകാം. അപ്പോൾ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ല. അതേപോലെയൊക്കെ വലിയ ചേട്ടാ ചാടിക്കോ, കുഴപ്പമില്ല, ഞങ്ങൾ പിടിച്ചോളാം. അപ്പോൾ ഞാൻ ആക്ച്വലി ചാടിയത് തന്നെ അന്ന് പേർലി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. സോ ഞാൻ ചാടിയത് തന്നെ കറക്റ്റ് ഒരു അണ്ടർ വാട്ടർ കറൻറ്റിൽ ചുഴിയിൽ പെട്ടു. അപ്പോൾ ഇങ്ങോട്ട് ചാടിയപ്പോൾ അത് ഒരു 20 അടി താഴെ പോയി. പിന്നെ എൻ്റെ ട്രെയിനർ ഷൈജൻ എന്നാണ്, പുള്ളിക്കാരൻ്റെ വീട് ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് ചുഴിയായിരുന്നു. അപ്പോൾ ഹി ന്യൂ ദാറ്റ് ഇവിടെ ചുഴിയുണ്ട്, അപ്പോൾ ആൾ അങ്ങോട്ട് പോയി കാണും. അപ്പോൾ ഞാനൊരു 2-2.5 മിനിറ്റ് വെള്ളത്തിൻ്റെ താഴെ തന്നെയായിരുന്നു. ബട്ട് ഈ എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലങ് കപ്പാസിറ്റി ഭയങ്കര എനിക്ക് എയർ ഹോൾഡ് ചെയ്യാൻ പറ്റി. ഡേഞ്ചറസ് ആണ്. ഞാൻ പേടിച്ചു പോയി. ബിക്കോസ് എനിക്ക് കാണാമായിരുന്നു താഴേന്ന് ഞാനുള്ള സ്ഥലത്താണ് ഇവരെല്ലാവരും ചാടുന്നത്. പക്ഷെ എന്നെ തിരക്കി അവർ അങ്ങോട്ട് പോകും. അപ്പോൾ ഐ വാസ് ലൈക്ക് അയ്യോ അയ്യോ. ആൻഡ് ഇവൻച്വലി അവർ വന്നു കൊണ്ടുപോയി. സ്വിമ്മിങ് പഠിക്കണമെന്നുണ്ട്. ആക്ച്വലി പേടി കൂടി. എനിക്ക് ആകെയുള്ള പേടി ഈ വെള്ളത്തിലാണ്. ബാലൻസ് എനിക്ക് എന്തോ ഞാൻ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷൊർണൂർ എൻ്റെ ചെറിയച്ഛൻ്റെ അമ്മാവൻ്റെ മോനുണ്ട്. അവൻ ഫുൾ ടൈം ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും. ഹീ ഈസ് വെരി ഗുഡ് സ്വിമ്മർ. അപ്പോൾ എന്നെ കൊണ്ട് ഇപ്പോൾ ഞാൻ പക്ഷെ എനിക്ക് നോട്ട് മാനേജ്. എപ്പോഴെങ്കിലും ഒന്നും പഠിക്കണമെന്നുണ്ട്. എന്തായാലും പഠിക്കണം. പക്ഷെ ഇപ്പം തന്നെ പഠിക്കണം. ബിക്കോസ് വയസ്സാകുമ്പോൾ നമ്മുടെ പേടി കൂടി കൂടി വരും. സിനിമയിൽ ഇപ്പോൾ വെള്ളമാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ചേട്ടാ. ഉണ്ണിക്ക് ഏറ്റവും ആഗ്രഹം ഏതൊക്കെ ആക്ട്രസസിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ്? ആക്ട്രസസ് കുറേ പേര് മലയാളത്തിൽ എനിക്ക് ശോഭന മാം, പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നല്ല നല്ല വേഷങ്ങൾ. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ബി ഒരു പ്രോപ്പായിട്ടല്ല, നല്ല നല്ല സബ്സ്റ്റൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കാവ്യ മാധവൻ, ലൈക്ക് പിന്നെ കുറേ പേരുണ്ട്. ഓക്കെ, ഇവർ 3 പേരും സെലിബ്രേറ്റഡ് എസ്റ്റാബ്ലിഷ് സീനിയർ ആർട്ടിസ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും. പക്ഷെ യങ്സ്റ്റേഴ്സ് പ്രിറ്റി ഗേൾസിന്റെ കൂടെ പാർവതി ഈസ് ഗുഡ്. ഐ മീൻ ലൈക്ക് പാർവതിയുടെ ഒപ്പം പാർവതി നായർ, പാർവതി മേനൻ, ചാർലി ഗേൾ അല്ലേ, ചാർലി, പിന്നെ സോ മെനി. ഐ മീൻ ലൈക്ക് വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് നിത്യ. കുറേ ആയി നിത്യയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ.
ഉണ്ണി വൺ ആക്ടറാണ്, പെട്ടെന്ന് ഫെയിം കിട്ടി, പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മീൻസ് ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ ആദ്യം തന്നെ വന്ന ഉടനെ ഹൈപ്പ് കിട്ടി. അങ്ങനെ കുറെ ആക്ടേഴ്സിന് ഉണ്ടായിട്ടില്ല, കുറെ സിനിമകൾ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അതിനെ കുറിച്ചിട്ട് എന്താ പറയുക, അതിന്റെ ഒരു ഫീൽ ഇത്ര പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇങ്ങനത്തെ ഒരു ഹൈപ്പും സെലിബ്രിറ്റിയും? ഈ പെട്ടെന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ബാക്ക് സൈഡിൽ നടക്കുന്ന സ്ട്രഗിൾ ആർക്കും അറിയില്ല. സോ പെട്ടെന്ന് എനിക്ക് പറഞ്ഞാൽ ശരിയല്ല. ബിക്കോസ് എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ആണ് എൻ്റെ പാഷൻ, ഫിലിം മേക്കിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഡിഗ്രി വേണ്ടെന്ന് വെച്ചു, പഠിച്ചില്ല. എന്താണ് ഐ പെർസ്യൂഡ് ഇതിലേക്ക്. കുറേ വർഷം വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ ഒന്നുമല്ല, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, എൻ്റെ 5ാമത്തെ സിനിമയാണ് മല്ലു സിംഗ്. പലർക്കും തോന്നുന്നത് മല്ലു സിംഗിൻ്റെ ആദ്യത്തെ സിനിമയാണ്, പക്ഷേ എൻ്റെ 4 സിനിമകൾ പിന്നീടാണ് കുറേ പേര് ഇരുന്ന് അവിടെ ഇവിടെ കണ്ടിട്ടും. ബോംബെ മാർച്ചാണ് എൻ്റെ ഫസ്റ്റ് റിലീസായ മലയാളത്തിൻ്റെ സിനിമ. സോ എനിക്ക് ആ പെട്ടെന്ന് കിട്ടിയ ഫെയിം എന്ന് പറയാൻ പറ്റില്ല. മേ ബി അതിൻ്റെ വൺ ഓഫ് ദ മേജർ റീസൺ വാസ് ദാറ്റ് ആ സിനിമ രാജു ആയിരുന്നു ആദ്യം കാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റിൻ്റെ ക്ലാഷ് വെച്ചിട്ട് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ ക്യാരക്ടർ ആര് ചെയ്യുന്നു എന്നും പറഞ്ഞപ്പോഴാണ് ഉണ്ണി എന്നൊരു എന്നെക്കുറിച്ചൊരു ഗൂഗിൾ സെർച്ചൊക്കെ ഉണ്ടാകുന്ന ആരാണെന്ന്. സോ ദാറ്റ് വാസ് മൈ കൈൻഡ്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഒരു ആക്ടറിന് അങ്ങനെ അഹങ്കരിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. പിന്നെ ആ സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഐ തിങ്ക് എനിക്ക് ഫാമിലീസിൻ്റെ ഇടയിൽ നിന്നും എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നിയത്. ആ സിനിമ ഐ തിങ്ക് ഇപ്പോൾ എ ഫ്ലോപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അത് വുഡ് ഹാവ് ബീൻ ഡ്രമാറ്റിക്കലി ഡിഫറെൻറ്റ്. ചെയ്യാൻ വേണ്ടാത്ത കാര്യമായിരുന്നു, എന്തിനത് ചെയ്യാൻ പോയി, അങ്ങനെ ഞാൻ നെഗറ്റീവും കേട്ടിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ആ സ്റ്റേജിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഇത് ചെയ്ത് പോവാം എന്ന് മാത്രമായിരുന്നുള്ളൂ. സോ എൻ്റെ സ്ട്രെസ് ലെവൽ, എൻ്റെ സ്ട്രെയിൻ ലെവൽ ഡ്രമാറ്റിക്സ് ആയിരുന്നു. ബിക്കോസ് കുഴപ്പമില്ലാണ്ട് ചെയ്ത് പോവായിരുന്നു. പെട്ടെന്നാണ് ഒരു വലിയ സിനിമ വന്നിട്ട് അതിൻ്റെ ഇപ്പോഴും എനിക്ക് മല്ലു സിംഗ് എന്നൊരു ഒരു ക്യാരക്ടറിനെക്കാട്ടും മുകളിലൊരു ക്യാരക്ടർ ഇതുവരെ എനിക്ക് പുൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും മല്ലു സിംഗ് എന്ന് പറയുമ്പോഴേ അത് ഭയങ്കര ഒരു കോംപ്ലിമെൻറ്റുമാണ്. ബിക്കോസ് എൻ്റെ പേര് മാത്രമല്ല ആൾക്കാർ പറഞ്ഞത്, ഞാൻ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ഫോർ എൻ ആക്ടർ. പക്ഷേ ആ സിനിമയ്ക്ക് ശേഷം പിന്നെ വിക്രമാദിത്യൻ്റെ മസ്ലലിൽ നിന്നും പിന്നെ ഞാൻ എൻ്റെ കരിയറിൽ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോൾസ് ചെയ്യണമെന്നുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഞാനൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് മല്ലു സിംഗിൻ്റെ അത്ര ഇല്ലല്ലോ. ബട്ട് ദെൻ ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് സോ മല്ലു സിംഗ് സത്യത്തിൽ ഒരു ഭയങ്കര ഒരു ബേർഡൻ പോലെയാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത്. ബട്ട് അഗൈൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഒരു ഞാൻ ചെയ്ത എൻ്റെ ബെഞ്ച് മാർക്ക് എനിക്ക് ബീറ്റ് ചെയ്യണം. അതിപ്പോൾ ഐ ഹോപ്പ് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ മല്ലു സിംഗ് എന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോബഡി ന്യൂ മീ, എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, എനിക്കേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് കുറേ പേര് വന്നു, നല്ലൊരു സിനിമ ഉണ്ടാക്കി, എനിക്ക് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ പറ്റി. സോ ഈസി ഓർ ഹാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഹാർഡ്, ബട്ട് ഡെഫിനറ്റ്ലി കുറച്ച് എൻ്റേതായ രീതിയിലൊരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം ഹാപ്പി ഇതുവരെ എത്താൻ പറ്റിയത്. ഉണ്ണി കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. ഓരോ ക്യാരക്ടറിന് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ണിയുടെ സൈഡിൽ ഉണ്ടായിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ലുക്ക് ഡിഫറെൻറ്റ്? ഐ മീൻ ലൈക്ക് എൻ്റെ ഇപ്പോൾ കേൾപ്പത്ത് വാസ് വെരി ഡിഫറെൻറ്റ്. അതിൽ മലപ്പുറം സ്ലാങ്ങാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞത് ഈ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കണം. ബിക്കോസ് ആ സിനിമയുടെ കഥ എന്ന് വെച്ചാൽ നായിക ഹീറോനേക്കാളും പ്രായം കൂടുതലാണ്. സോ ഹി ഹാവ് ടു ലുക്ക് യങ്. അപ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഉള്ള മസിലൊക്കെ കളഞ്ഞ് ഭയങ്കര സ്ലിമ്മായിട്ട്. ആൻഡ് ദെൻ അതിൽ മലപ്പുറം ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത് ഫുൾ ത്രൂ ഔട്ട് ദ മൂവി. അതൊക്കെ ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഇത് പിന്നെ അതിലൊറ്റ ഷോട്ടുള്ളൂ, 2 സെക്കൻഡ് നിൽക്കുന്ന ഷോട്ടാണ്. ഞാൻ ഒരു ഫുട്ബോൾ ഇങ്ങനെ ജഗിൾ ചെയ്യുന്ന ഷോട്ടാണ്. അപ്പോൾ എനിക്ക് ഫുട്ബോൾ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ അതിനെ ഫോളോ ചെയ്യാറില്ല. എനിക്ക് ക്രിക്കറ്റ് ഭ്രാന്തനാണ് എനിക്ക്. എന്നാൽ ആ ക്യാരക്ടർ അങ്ങനെ മലപ്പുറം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ ഡ്രിബിൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഡെയിലി 5 മണിക്കൂർ ഫുട്ബോൾ, ഇപ്പോൾ എനിക്ക് ഒരു ഐ ക്യാൻ ലൈക്ക് ഡ്രിബിൾ ഇറ്റ് ഫോർ ലൈക്ക് 100 times നോൺ സ്റ്റോപ്പ്. അപ്പോൾ ഇത് ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ 5-6 മാസം ഒരു സിനിമയ്ക്ക് ബാക്കിൽ പോകും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കാത്തതുകൊണ്ട് ഒരു സിനിമ വരുമ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ട്. സി ഹാവ് റഫ്ലി ഡൺ 10 to 12 films ആസ് എ ഹീറോ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ 4ാമത്തെ 5ാമത്തെ വർഷമാണ്. എന്നാലും നമ്പർ ഓഫ് ഹീറോ സിനിമകൾ അല്ലെങ്കിൽ നായകനായിട്ട് സിനിമകൾ കുറവാണ്. ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടില്ല. സോ ഐ വോണ്ട് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഫിലിംസ്. അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ അങ്ങനെ ബാക്ക് ടു ബാക്ക് റിലീസ് വരുമ്പോഴാണ് ആ ഒരു ഓണമൊക്കെ വരിക. ആൻഡ് ദെൻ ഐ ഹാവ് ടു ഡു ഗുഡ് വർക്ക് ഓൾസോ. ബട്ട് ആസ് എൻ ആക്ടർ എനിക്ക് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി അറ്റ് ദ വേ ദി തിങ്സ് ആർ മൂവിങ്. ഇപ്പം നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഐ എം സോറി ടു സേ, പക്ഷെ കുറേ ആക്ടേഴ്സ് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓർ ദേ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്.
ബിക്കോസ് മറ്റുള്ള ലാംഗ്വേജസിലാണ് കൂടുതലും ഒക്കെ നമ്മൾ അപ്പിയറൻസ് അടിപൊളിയായിരിക്കണം. പക്ഷേ യു ആർ വൺ ആക്ടർ, ഞാൻ എപ്പോൾ കണ്ടിട്ടുണ്ട്, ഈവൻ ബിഫോർ യു ആർ എൻ ആക്ടർ യു ഓൾവേസ് മെയിൻറ്റെയിൻ യുവർ ബോഡി. അതൊരു പേഴ്സണൽ ചോയ്സാണ്. ഇത് എനിക്ക് ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഐ വാസ് ചെറുപ്പത്തിൽ ഭയങ്കര എനിക്ക് ആസ്മാറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ. ഹാഡ് പിന്നെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ ഈ ഗുളിക കഴിച്ച് മടുത്തിട്ടാണ് ഒരു 7th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇപ്പോഴും എനിക്ക് ഒരു ടീഷർട്ട് ഇടുന്ന ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇങ്ങനെ ചെറുപ്പം തൊട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് തന്നെയായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. എനിക്ക് സ്കിന്നും എല്ലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഐ വാസ് വെരി തീൻ ആൻഡ് ബിക്കോസ് മെഡിസിൻ കഴിച്ചിട്ടേ ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുട്ടികളോടും അല്ലെങ്കിൽ ചെറുപ്പക്കാരോടും ആൻഡ് ഭയങ്കര ഏജ്ഡ് ആയ ആൾക്കാരോടും പറയുന്നത് ഫിറ്റ്നസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിക്കോസ് മെഡിസിൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡും ഇറ്റ്സ് ഓൾ കണ്ടാമിനേറ്റഡ്, ഭയങ്കര എല്ലാം പാക്ഡ് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പോൾ ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ആർ ലൈക്ക് ഡയബറ്റിക് അറ്റ് 25. ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ആർ ലൈക്ക് ബ്ലഡ് പ്രഷർ, BP, ഇത് പെപ്സി, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ആൾക്കാർ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനോട് ഇത്രയും ദേഷ്യവും കാണിക്കുന്നത്. എന്തിനാ മസിൽ എന്തിനാണ്? ഒരു ആക്ടറിന് വേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, നമ്മുടെ ജീവിതം അഭിനയം മാത്രമല്ലല്ലോ. സോ ബിഗ് തിങ്. പിന്നെ കുറേ കാശ് സമ്പാദിച്ച് ഇത് ചെയ്ത് സെറ്റിലായി. ഞാൻ പറയുന്നത് സിനിമാക്കാരെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഡോക്ടേഴ്സ്, എവറിബഡി. ഐ മീൻ ലൈക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ യു ഗെയിൻ ഫാറ്റ് ആൻഡ് യു ഇവൻച്വലി ഞാൻ 60-ആം വയസ്സിൽ റിട്ടയർ ആയിട്ട് ഇത് എൻജോയ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ബ്ലഡ് പ്രഷറായിട്ട് BP ആയി ആൻഡ് ഇറ്റ് റൂയിൻസ് യുവർ ലൈഫ്. ആക്ച്വലി എത്രയോ കാര്യങ്ങൾ ഫിസിക്കലി നമ്മൾ കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൂരെ നിന്ന് നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. സോ ഞാൻ ഭയങ്കര അഡമൻ്റ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫിൽ എൻ്റെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓടിച്ചാടി നടക്കണമെന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ നൈറ്റ് മെയർ അതാണ്. എപ്പോഴെങ്കിലും നോട്ട് ദാറ്റ് ഇപ്പോൾ എക്സസൈസ് ചെയ്താൽ അസുഖങ്ങൾ വരാതിരിക്കുക അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല. ഒരു പ്രിക്കോഷനാണ് അത്, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ പ്രായത്തിൻ്റെ കൊണ്ട് എനിക്ക് കുറച്ച് മസിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്താൽ ആരായാലും ഫിറ്റ് ആവും. ലൈക്ക് യു ഡെഫിനറ്റ്ലി ലുക്ക് ഗുഡ്. കള്ളുടിച്ച് ഫിറ്റ് ആവാറുണ്ടോ? ഇല്ലല്ല, ഞാൻ കള്ളു കുടിക്കാറില്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1-2 സിനിമയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. പിന്നെ ഇറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. എല്ലാവർക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ് ബ്രിങ്സ് ക്യാൻസർ, ഇറ്റ് കിൽസ് യു. പിന്നെ ഇൻടോക്സിക്കേഷൻ ഡ്രൈവ്, ഈ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് പ്രശ്നമാണ്. സോ അതൊക്കെ എഴുതി വെച്ചതാണ്. പിന്നെ അത്യാവശ്യം എനിക്ക് വായിക്കാനൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ ഹിൽസ വേണ്ട. അതിനെക്കാട്ടും കുറേ നമുക്ക് കിക്ക് തന്നെ, നമുക്ക് ലഹരി ഉണ്ടാക്കുന്ന ലൈഫിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ കൂടുതൽ ചെയ്യുന്ന അക്രൈലിക് സ്കെച്ചിങ് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു റൈറ്റ് പോയിട്രീസ്. അപ്പോൾ ജിം തന്നെ എന്നെ കണ്ടിട്ടൊരു പോയിട്രി പറയാമോ? അത്ര വലിയൊരു പോയിട്ടൊന്നുമല്ല ഞാൻ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രീ ടൈമിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് പിന്നെ എനിക്കിഷ്ടം പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് ഐ ലൈക്ക് മ്യൂസിക്. ജിം തന്നെ ഒരു ഇപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും ഞാൻ ജിമ്മിൽ പോകും. ഞാൻ നോർമലി 5 മണിക്ക് എനിക്കും. ഐ ബീൻ ഡൂയിങ് ഇറ്റ് ഫ്രം ലൈക്ക് 8ാം ക്ലാസ് മുതൽ ഇത് തന്നെയാണ്. 5-5:30 കൂടി പോയാൽ 7 o'clock. ഞാൻ ഭയങ്കര എനിക്ക് വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രം 7:30, 8 o'clock ആവും. അതർവൈസ് ഐ ഗെറ്റ് അപ്പ് ബൈ 5 o'clock. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നമ്മുടെ ചുറ്റുമൊക്കെ ഒന്ന് മൂവിങ് ആവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 7 മണിയാവും എല്ലാവരും ഒന്ന് എണീറ്റ് വരാൻ തന്നെ. അപ്പോൾ ഈ 5 മണിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പോവും, ആ ജിമ്മിൻ്റെ ഷട്ടർ തുടങ്ങി ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ എക്സസൈസ് ചെയ്തു. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ എനിക്ക് മാനസികമായിട്ടൊരു പെൺകുട്ടി കഷ്ടപ്പെടും. ഞാൻ അവളെ കൂട്ടിയിട്ട് ജിമ്മിൽ പോകും. ഇത് കേട്ട പകുതി മുക്കാൽ ഗേൾസ് അടുത്തേക്ക് വരില്ല. 5 മണിക്ക് എനിക്ക് ജിമ്മ കൊണ്ടുവന്ന ഭർത്താവെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അവള് 45-ാം വയസ്സിൽ ഭയങ്കര സുന്ദരിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഓഫർ ചെയ്യും. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിരിക്കും. ഇത് പറഞ്ഞപ്പോൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഭാര്യ, ലവ് മാരേജ് ആയിരിക്കും അറേഞ്ച് മാരേജ് ആയിരിക്കും, എങ്ങനെ ഉണ്ണി ആ ഭാര്യനെ ട്രെയിൻ ചെയ്തെടുക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആൻസർ ആണ്. ഞാൻ ട്രെയിനിങ് ഒന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. കുറച്ച് നേരം സംസാരിക്കും. എന്തായാലും അതൊരു എന്തിനാ ഇതിനെക്കുറിച്ച് പറയാമെന്ന് എനിക്കറിയാം. എന്നാലും ചോദിച്ചില്ലേ പറയാം. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ ലവ് മാരേജ്. എനിക്കറിയില്ല. എനിക്ക് അത്രയും ഈ വർഷം I'll turn 29. Too late for a love marriage. No, not really. I feel Saif Ali Khan got his second marriage, love marriage. ഏത് വയസ്സിലാ? ഞാൻ ഫസ്റ്റ് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് സെക്കൻഡ്. ഫസ്റ്റും ലവ് മാരേജ് ആയിരുന്നു, സെക്കൻഡും ലവ് മാരേജ് ആണോ? അല്ല, ഞാൻ എന്നെ കുറിച്ച് പറയാനാ. എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ലവ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 5-10 വർഷത്തെ ഒരു റൊമാൻസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ലവ് മാരേജ്.
6 months ഇപ്പോൾ കണ്ടു നാളെ ഇഷ്ടമായി എന്നൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ പറയുമ്പോൾ എനിക്ക് മേ ബി ഇപ്പോൾ നമുക്ക് ഈ ആ ടീനേജ് സംഭവം വിട്ടതുകൊണ്ട് അതിനോട് ഭയങ്കര ഒരു സോ സ്റ്റുപ്പിഡ് എന്താ ഈ പറയണമെന്ന്. ബിക്കോസ് ഇപ്പോൾ കണ്ടു നാളെ കണ്ടു പിന്നെ കുറേ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തു ആൻഡ് ദെൻ യു ആർ മാഡ്ലി ഇൻ ലവ്. 1.5 വർഷത്തിൽ യു കനോട്ട് ലീവ് വിതൗട്ട് ഈച്ച് അതർ. ഇതെനിക്കും സംഭവിച്ചിട്ടുണ്ട്. അല്ല അത് ഇത്രയും എവിഡൻ്റ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളൊരു പ്രോബ്ലം അതാണ്. ഐ തിങ്ക് സോ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ സംഭവിക്കുന്ന വീട്ടുകാരായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആരെങ്കിലും എപ്പോഴും പറയും. പിന്നെ ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. അത് ഞാൻ ഇനി കല്യാണ പ്രായമായി ഇനിയിപ്പോൾ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് ഈ പ്രോബ്ലം. ഉണ്ണി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്, ഉണ്ണിയുടെ ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ട മസ്റ്റ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കുട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയായിരിക്കണം. ഇറ്റ്സ് എ ബേസിക് റിക്വയർമെൻ്റ് ആണ്. പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. ലൈക്ക് എനിക്ക് എൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൾച്ചറൽ തിങ്സ് ഇതൊക്കെ വീട്ടിൽ നടക്കുന്ന ഓരോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഐ തിങ്ക് ഐ എൻജോയ് ഇറ്റ്. അപ്പോൾ അതിനോടൊരു രുചി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഐ എം ക്വൈറ്റ് ഓപ്പൺ. ഐ എം കുറച്ച് മോഡേൺ ആയിട്ട്. ഇറ്റ്സ് എ ബ്ലെൻഡ്. ഇപ്പോഴത്തെ അങ്ങനെ ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇതൊക്കെ എങ്ങനെ രാവിലെ നേരത്തെ എണീക്കണമെന്നല്ല, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി എണീക്കും. എണീക്കണം, പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. സോ പിന്നെന്ന് വെച്ചാൽ ഇറ്റ് ബി ഗ്രേറ്റ്. ഷീസ് ഫണ്ണി. അങ്ങനെ എന്തെങ്കിലും തമാശകളോ അല്ലെങ്കിൽ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കണം. സ്പോർട്സ് അങ്ങനെ. പിന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ല. ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് വെറുതെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. ഇറ്റ്സ് ലൈക്ക് ഓക്യുപ്പൈഡായ മൈൻഡാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ പ്രൊഫഷൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കി നന്നായിരിക്കും. ഷീ വുഡ് ബി വർക്കിംഗ്. ഇറ്റ്സ് ഓൾ വെരി നീണ്ട മൂക്ക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നീണ്ട മൂക്ക് അറിയില്ല. ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് എനിക്ക് എപ്പോഴും ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് ഭയങ്കര ഷാർപ്പായിട്ട് തോന്നാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ. എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കില്ല. എന്നാലും പിന്നെ കുഴപ്പമില്ല. ബി ലൈക്ക് ഫണ്ണാണ്, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ലൈഫ് ഷുഡ് ബി ലൈക്ക് ഹാപ്പി, അത്രയേ ഉള്ളൂ. ഭയങ്കര മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ഇതൊക്കെ ഉണ്ടായാൽ മതി. നമ്മൾ ലൈക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടായാൽ ഓൾവേസ് ഗുഡ്. ലൈക്ക് ഭയങ്കര സെൽഫ് സെൻട്രിക് ആയ ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. ലൈക്ക് ഷുഡ് ബി ഓപ്പൺ ടു ഓൾ. ഇനി 5 ക്വിക്ക് ക്വസ്റ്റ്യൻസ് റാപ്പിഡ് ഫയർ. ഇനി റാപ്പിഡ് ഫയർ എന്ന് പറയാം, പക്ഷെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. യുവർ ഫസ്റ്റ് ക്രഷ്? മൈ ഫസ്റ്റ് ക്രഷ് വാസ് ലൈക്ക് വാട്ട്, ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. ഫസ്റ്റ് കിസ്സോ? ഞാൻ ഇത് പറഞ്ഞോട്ടെ. ദാറ്റ് വാസ് ഡൺ. ഫസ്റ്റ് കിസ് ഐ തിങ്ക് മൈ മോം കിസ് മീ. ഐ തിങ്ക് ഫസ്റ്റ് കിസ് ആയിരിക്കണം. അതെ, എന്റെ പൂച്ച കിസ് ചെയ്തു, എന്നെ പട്ടി കിസ് ചെയ്തു. ഡെഫിനറ്റ്ലി യുവർ മോംസ് കിസ് അൺകണ്ടീഷണൽ. അത് നമുക്ക് എല്ലാവർക്കും കിട്ടി. നമ്മുടെ ഫസ്റ്റ് കിസ് നമ്മുടെ മോമിനാണ്. യു കനോട്ട് മോമിന്റെ കാര്യമല്ല, ഗേൾഫ്രണ്ടിന്റെ കാര്യം. ചോദ്യം എന്ന് പറഞ്ഞാൽ അതവിടെ ഫുൾ ചോദ്യം. then you cannot drag onto it. ഇത്തരം ഫോളോ you can't be so smart also. You can't be smart എന്ന് പറഞ്ഞാൽ ഒരാൾ സ്മാർട്ട് ആയ ക്രഷ് കഴിഞ്ഞിട്ട് കിസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി മദറിനെ കുറിച്ച്. ഞാൻ പക്ഷേ ചോദ്യങ്ങൾ റിലേറ്റഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലല്ലോ. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് കിസ് ഞാൻ പറഞ്ഞല്ലോ അമ്മയാണ്. അച്ഛനുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അച്ഛനാണോ കിസ് ചെയ്തത് അമ്മയാണോ കിസ് ചെയ്തത് എനിക്കറിയില്ല. നെക്സ്റ്റ് ദുഷ്ടൻ. ഓക്കെ, ഏത് പെർഫ്യൂം അട്രാക്ട്സ് യു ദ മോസ്റ്റ്? എനിക്ക് സ്ത്രീകൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഐ തിങ്ക് എനിക്ക് പെർഫ്യൂം ഇഷ്ടമാണ്. എനിക്ക് 212 ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പിന്നെ അങ്ങനെ കുറേ ഒന്നും രണ്ടെണ്ണം. ഐ ആം നോട്ട് ബിഗ് പെർഫ്യൂം ഗൈ ആൻഡ് ഓൾ. ജസ്റ്റ് ആരെങ്കിലും ഇത് ഉണ്ണിയതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യുവർ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും? ഐ തിങ്ക് ഇറ്റലി പോയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇന്ത്യ തന്നെ എനിക്ക് ഫുൾ കറങ്ങണമെന്നുണ്ട്. സോ എനിക്ക് ഹിമാലയാസിൽ പോകണമെന്ന് ആഗ്രഹം. മേ ബി ഇൻ കമ്മിങ് 1 or 2 years എന്തായാലും പോകും. ഉണ്ണി ആസ് എൻ ആക്ടർ ഇൻ 10 out of 10 എത്ര മാർക്സ് കൊടുക്കും? ഐ തിങ്ക് ഐ ആം ലൈക്ക് 7 now. ആൻഡ് ലുക്ക് വൈസ്? I'm good. കുഴപ്പമൊന്നുമില്ല. അല്ല, എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് ഒരു 5 or 6 അങ്ങനെ. ഇതാണ് മോഡസ്റ്റി. ഞാൻ വിചാരിച്ചു 10 എന്നൊക്കെ വരും. എന്നോട് ചോദിച്ചു നോക്കിയാൽ ഞാൻ പറയും 15. ലുക്സ് എന്ന് പറയും. ഇപ്പം ഞാൻ ആസ് എൻ ആക്ടർ ചിലപ്പോൾ നന്നായി വരും. ഈ ലുക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിപ്രിഷിയേറ്റിംഗ് തിങ്. നമ്മൾ വണ്ടി മേടിക്കുന്ന പോലെ പുതിയ വണ്ടി മേടിക്കും, പിന്നെ ഓരോ വർഷം അതിൻ്റെ ഇങ്ങനെ ക്വാളിറ്റി പോകും. ഇപ്പോൾ ഈ ലുക്സിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതും
ഇറ്റ്സ് ലൈക്ക് ഐ നീഡ് നോട്ട് ബി 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ല ഇപ്പോൾ തന്നെ അല്ല ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ ഡിപ്രീഷിയേറ്റിംഗ് ബോഡിയാണ് ഇങ്ങനെ പ്രായം കൂടി വരും ചുളിവ് വരും കഷണ്ടി വരും അത് വരും ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ് ഐ തിങ്ക് ഞാൻ അതിലേക്ക് പക്ഷേ ആസ് എൻ ആക്ടർ എൻ്റെ കൺട്രോളിലുള്ള സംഭവമാണ് ലൈക്ക് അഭിനയം നന്നായി വരും ചിലപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗുഡ് ഇത് എൻ്റെ കൺട്രോളിൽ ഇത്രേ ഉള്ളൂ രാവിലെ എക്സസൈസ് ചെയ്യുക വൈകിട്ട് എക്സസൈസ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക സിഗരറ്റ് വലിക്കാണ്ടിരിക്കുക കള്ള് കുടിക്കാണ്ടിരിക്കുക സോ ദീസ് തിങ് വിൽ ബി ലൈക്ക് മേ ബി 45-ാം വയസ്സിൽ വിചാരിച്ച പോലെ ആയിരിക്കില്ല മേ ബി ഐ ബി ലൈക്ക് കുറച്ച് മറ്റേ നല്ല രസമായിട്ട് ചില ആൾക്കാർ പ്രായമാവില്ലേ അക്ഷയ് കുമാർ ഇത് സി ഇഫ് യു സേ അക്ഷയ് കുമാർ ഈസ് ദി ഞാൻ അക്ഷയ് കുമാറിനെ കുറിച്ച് കേട്ടത് പുള്ളിക്കാരൻ സ്വിമ്മിംഗ് പൂളിൽ നിന്നിട്ട് യോഗ ചെയ്തിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത് സോ ആ വർക്കൗട്ട് റുട്ടീൻ എത്രത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എൻ ആക്ടർ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. But your 8th standard the crush you proposed first? No, nobody proposed. It was an understanding. I got crushed. You got crushed? ennu panna kore arthangalundu. You got crushed ennu enna endana artham? പുള്ളിക്കാരത്തി 12th കഴിഞ്ഞപ്പോൾ കോളേജിൽ പോയി ഞാൻ അവിടെ ഇങ്ങനെ നിന്നു അത്രയും 12th സ്റ്റാൻഡേർഡിൽ തന്നെയാ പൊട്ടിയിട്ടുണ്ടോ ക്ലാസ്സിൽ? ഇല്ലില്ല അമ്മയിലേക്ക് അവർ ഒരു +2 പഠിക്കായിരിക്കും ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് വി ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് 12th സ്റ്റാൻഡേർഡ് അന്ന് ഐ റിമെമ്പർ 8th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ കരീന കപൂറിന്റെ ഫസ്റ്റ് പടം വന്നത് ഏകദേശം ആ സമയത്ത് റെഫ്യൂജി. അപ്പോൾ അവർക്ക് കരീന കപൂറിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. സഡൻലി എവരിബഡി ഈസ് ലൈക്ക് കരീന കപൂർ അത്രേ ഉള്ളൂ. അപ്പോൾ ഐ വിവിഡ്ലി റിമെമ്പർ ഇറ്റ് ബിക്കോസ് പിന്നെ അവർ പോയി. ഉണ്ണിയുടെ ഫാസിനേഷൻ ഇപ്പോഴും എൽഡർലി ലേഡീസിനോടാണോ യങ്ങർ ഗേൾസിനോടാണോ? എനിക്ക് അങ്ങനെ ഫാസിനേഷൻ ഒന്നും ആരോടില്ല. ഇറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. ഇപ്പോൾ യു ഗെറ്റ് അട്രാക്റ്റഡ് ടു ഗുഡ് ലുക്കിംഗ് വിമൻ. അത് ലുക്സിൽ മാത്രമല്ല ഐ തിങ്ക് I can be more attracted if she talks well. വേറെ എന്തെങ്കിലും ഓഫർ സംതിങ് rather than your looks എന്ന് പറയില്ലേ. ഈ ലുക്സിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർ ഇത്രയും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ. ഇങ്ങനെ ആ ഡ്രസ്സില്ല ഈ ഡ്രസ്സില്ല ആ മേക്കപ്പ് ഇല്ല ആ മേക്കപ്പ്. ഇറ്റ്സ് എ ബിഗ് ടേൺ ഓഫ് ആക്ച്വലി ബിക്കോസ് ഇതൊന്നുമല്ല. ഇതൊരു 10 വർഷം കഴിഞ്ഞാൽ ഇത് ഇഫ് യു ഗ്യാരണ്ടി ദാറ്റ് ഇപ്പോൾ ആരും വന്നാലും എൻ്റെ അടുത്തൊന്നും പറയില്ലെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി 15 years ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ ഗുഡ്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ 15 years ഏതെങ്കിലും ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഏതൊരു ക്വാളിറ്റി അതാണ് ഇന്നർ ക്വാളിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെപ്പോഴും കൂടും. ഈ ലുക്സ് വിൽ ഓൾവേസ് ബി ഗോയിങ് ഡൗൺ. സോ അതിൻ്റെ ബേസിസിൽ ഒരു സെലക്ഷനോ അല്ലെങ്കിൽ ഒരു ഇഷ്ടങ്ങൾ പറഞ്ഞാൽ യൂസ്ലെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ഇൻഡസ്ട്രി ക്രഷ് ഇൻ മലയാളം? മലയാളത്തിൽ കൃഷ്ണ പാർവതി is good. Parvati is good. So I'm sure because second time or third time of Parvati ne Parvati is good. So jokes apart, and the last request from the Malayalam audience or part. जिए तो जिए कैसे हाय बिन आपके जिए तो जिए कैसे हाय बिन आपके लगता नहीं दिल कहीं बिन आपके जिए तो जिए कैसे हाय बिन आपके कैसे कहूँ बिना तेरे जिंदगी क्या होगी कैसे कहूँ बिना तेरे जिंदगी क्या होगी जैसे कोई सजा कोई बददुआ हो. ओके थैंक यू. Such a romantic song. Actually Valentine's Day ന്ന് ഞാൻ ഇത് ഇന്റർവ്യൂ ചെയ്ത് ഈ പാട്ട് കേട്ടിട്ട് ഇപ്പോഴും മിനിറ്റ് ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് നമ്മളുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് നമ്മൾ എല്ലാവരുടെയും ബിഹാഫിൽ നല്ലൊരു പാട്ട് പാടുന്നതിന്. സോ ലാസ്റ്റ്ലി വാട്ട് കെൻ യു ടെൽ അവർ ഓഡിയൻസ്? എന്നോടും പൂജനോടും എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഈ വർഷം വളരെ നല്ലൊരു വർഷമായി മാറട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എൻ്റെ പടങ്ങൾ നിങ്ങൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഈ ഇഷ്ടം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഞാനും ഇതേപോലെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം തന്നെ വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ബ്യൂട്ടിഫുൾ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.